വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ചധികം കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കണേ. അതായത് നമ്മൾ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവരടക്കം ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ VFA, ബെവ്കോ, LDC ഏത് പരീക്ഷ എഴുതുന്ന കുട്ടികളായിക്കോട്ടെ അവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പലർക്കും പല കാറ്റഗറിയിൽ ഇല്ലല്ലോ അല്ലെ. അതിൽ സിലബസ് മാറ്റമൊന്നുമില്ല. അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ പഠിച്ചോളണം. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്നൊരു 5 ചോദ്യമെങ്കിലും ടീച്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളില് എന്താ പറയാ സൗജന്യമായിട്ട് വൈഫൈ ഏർപ്പെടുത്തിയത് ഏത് എയർലൈൻസ് എന്നാണ് ചോദ്യം. അപ്പോ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളില് എന്താണ് സൗജന്യ വൈഫൈ സംവിധാനം, ഫ്രീ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ എയർലൈൻസ് ഏത് എന്നാണ് ചോദ്യം. ഏതാണ് എയർലൈൻസ് അറിയോ നിങ്ങൾക്ക്? എയർലൈൻസ് ഏതാണ്? എയർ ഇന്ത്യയാണ്. ഏതാണത്? എയർ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ എയർലൈൻസ് ഏത് എന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യ എന്നാണ് ഉത്തരം പറയേണ്ടത്. അടുത്ത ചോദ്യം, ഏത് കായിക രംഗത്തെ കളിക്കാരുടെ കായികക്ഷമത പരിശോധിക്കാനായി പുതിയതായി അവതരിപ്പിച്ച ടെസ്റ്റ് ആണ് ബ്രോങ്കോ ടെസ്റ്റ്? ഏതാണ്? ബ്രോങ്കോ ടെസ്റ്റ്. അപ്പൊ ഈ ബ്രോങ്കോ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഏത് കളിക്കാരുടെ എന്താണ് കായിക രംഗത്തെ ഏത് കളിക്കാരുടെ കായികക്ഷമത കായികക്ഷമതയ്ക്ക് വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് ബ്രോങ്കോ ടെസ്റ്റ്. ബ്രോങ്കോ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ്. ബ്രോങ്കോ ടെസ്റ്റ് ഏതാണ് മക്കളെ? ക്രിക്കറ്റ് ആണ് ബ്രോങ്കോ ടെസ്റ്റ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഏത് നേതാവിന്റെ 150ാമത്തെ ജന്മമാണ് കേട്ടോ. അപ്പൊ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് എന്താണ്? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. എന്താണ്? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. ഇത് ഏത് നേതാവിന്റെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ്? ആരുടെയാണ്? ബിർസ മുണ്ട. ആരുടെയാണ്? ബിർസ മുണ്ട. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ എന്താണ്? ഖേലോ ഇന്ത്യ ആദ്യത്തെയാണ് കേട്ടോ. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ആണ് പറയുന്നത്. വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ, ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ. വാട്ടർ സ്പോർട്സ് ഒക്കെ ആവുമ്പോൾ തടാകങ്ങളിലും നദികളിലൊക്കെ അല്ലേ നടക്കാം. ഏത് തടാകത്തിൽ നടന്നു? ദാൽ തടാകം. ഏത് തടാകത്തിലാണ് നടന്നേ? ദാൽ തടാകത്തിലാണ് നടന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന് വേദിയായത് ഏത് തടാകമാണ്? ദാൽ തടാകമാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി ആറാമത്തെ ജല പുരസ്കാരം, ആറാമത്തെ ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ട കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത്? പായം ഗ്രാമപഞ്ചായത്ത്. ആറാമത്തെ ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ട കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് പറയണം? പായം പഞ്ചായത്ത് എന്ന് പറയണം. ഏതാണ്? പായം പഞ്ചായത്താണ്. അടുത്തത് 2025 വിശ്വസുന്ദരി പട്ടം നേടിയത് ആരാണ്? ഫാത്തിമ ബോഷ് ആണ്. ആരാണ്?
ഫാത്തിമ ബോഷ്. ഇവരാണ് 2025 വിശ്വസുന്ദരി. ഇപ്പൊ 2025 വിശ്വസുന്ദരി പട്ടം നേടിയതാരാണ്? ഫാത്തിമ ബോഷ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ, എവിടത്തെയാണ്? ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ 4ാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2 ആണ്. മൈത്രി 2 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെ നിലവിൽ വന്നു? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ്? പൂനെയിലാണ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന, എവിടെയാണ്? ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ISRO വിജയകരമായി പരീക്ഷിച്ചു. ഇതിന്റെ പേരെന്തത്? മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പേസ് ഡോക്കിംഗ് എന്നാണ്. എന്താ സ്പേസ് ഡോക്കിംഗ്? ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് സ്പേസ് ഡോക്കിംഗ് അല്ലെ. അത് ISRO വിജയകരമായി പരീക്ഷിച്ചു. അതിന്റെ പേരാണ് എന്ത്? സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വന്നത്? തമിഴ്നാട്ടിലാണ്. ഇന്ത്യയില് ഒരു വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് എന്ന് ഓർത്തു വെച്ചോളൂട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ടൈഗർ മാൻ ആരാണ്? ടൈഗർ മാൻ ഓഫ് ഇന്ത്യ ട്ടോ. ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? വാൽമീക് ദാപ്പർ ആണ്. അദ്ദേഹത്തിന്റെ പേര് വാൽമീക് ദാപ്പർ എന്നാണ്. ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം, ഗ്രാമമായ യാക്ടൻ. എന്താണ് നാടോടി ഗ്രാമത്തിന്റെ പേര്? യാക്ടൻ എന്നാണ്. അതെവിടെയാണ് എന്നാണ് ചോദ്യം. സിക്കിമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമത്തിന്റെ പേര് യാക്ടൻ എന്നാണ്. യാക്ടൻ എവിടെയാണ്? സിക്കിമിലാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി റെയിൽവേ പോലീസ് തുടങ്ങിയ പോലീസിന്റെ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ രക്ഷിത എന്നാണ്. അപ്പോ സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ സുരക്ഷയ്ക്കായി റെയിൽവേ പോലീസിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. എന്താണ് അതിന്റെ പേര്? ഓപ്പറേഷൻ രക്ഷിത ട്ടോ. അടുത്തത് ട്രൈബൽ ജീനോം ട്ടോ. ട്രൈബൽ ജീനോം സ്ക്വീൻസിംഗ് ട്ടോ. മനസ്സിലാവുണ്ടല്ലോ എഴുതണത്. ട്രൈബൽ ജീനോം സ്ക്വീൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് ട്ടോ. ട്രൈബൽ ജീനോം സ്ക്വീൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി കാഴ്ച പരിമിതരുള്ള ആൾക്കാർക്കായിട്ട് കാഴ്ച പരിമിതരുള്ളവരുടെ
വനിത അല്ലെ 2020 ക്രിക്കറ്റ് നടക്കണ്ടായി, ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ആരുടെ? കാഴ്ച പരിമിതരുടെ. അപ്പൊ കാഴ്ച പരിമിതർക്കുള്ള വനിതാ 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നേടിയത് ആരാണ്? ആരാ നേടിയേ? ഇന്ത്യയാണ് നേടിയ. ആരാ നേടിയേ? ഇന്ത്യയാണ് നേടിയത് എന്ന് ഓർത്തു വെക്കാം. അടുത്തത് ആന്റി ഡ്രോൺ നിരീക്ഷണ സംവിധാനം. എന്താണ് ആന്റി ഡ്രോൺ? ആന്റി ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖത്തിന്റെ പേര് ദീൻ ദയാൽ തുറമുഖം. ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖത്തിന്റെ പേര് എന്താണ്? ദീൻ ദയാൽ തുറമുഖം. ഏതാണ്? ദീൻ ദയാൽ തുറമുഖം എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് 20ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി. എത്രാമത്തെയാണ്? 20ാമത് ഏഷ്യൻ ഗെയിംസ് കേട്ടോ. 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? എവിടെയാണ്? ഐച്ചി നയോഗ. എവിടെയാണ്? ഐച്ചി നയോഗ. 20ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഐച്ചി നയോഗയാണ്. ഇനി അടുത്തത് ഒരു വ്യക്തിയുടെ പേരാണ്, ശ്രദ്ധിച്ചോളോ. ധരം സിംഗ്. എന്താണ്? ധരം സിംഗ്. ധരം സിംഗ് ഡിയോൾ. ധരം സിംഗ് ഡിയോൾ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ഈ അടുത്തിടെ മരിച്ച വ്യക്തിയാണ്, അറിയാലോ അവർക്കും അല്ലെ? ധർമ്മേന്ദ്ര. ധരം സിംഗ് ഡിയോൾ ആരാണ്? ധർമ്മേന്ദ്രയാണ്. ധരം സിംഗ് ഡിയോൾ ആരാ? ധർമ്മേന്ദ്ര. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ സോളാർ വള്ളം. അപ്പോ സോളാർ വള്ളം, സോളാർ ബോട്ട് എന്നൊക്കെ പറയാം, സോളാർ വള്ളം ഏത് മേഖലയിലാണ്? അതായത് കേരള ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ. അപ്പൊ ടൂറിസം, കേരള ടൂറിസം മേഖലയില് ആദ്യമായിട്ട് അവതരിപ്പിച്ച സോളാർ വള്ളത്തിന്റെ പേര് എന്താണ്? കതിരവൻ എന്നാണ്. എന്താണ് അതിന്റെ പേര്? കതിരവൻ എന്നാണ് കേട്ടോ പേര്. ഇനി അടുത്തത് നോക്കൂ. മാർജാര വംശത്തിലെ വലിപ്പം കൂടിയ 7 ഇനം ജീവികളുടെ സംരക്ഷണാർത്ഥം ഇന്ത്യ രൂപം നൽകിയ ആഗോള സംരംഭത്തിന്റെ പേര് എന്താണ്? മാർജാര വംശം. മാർജാര വംശത്തിൽപ്പെട്ട 7 ഇനം ജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ ഒരു ആഗോള സംരംഭത്തിന് തുടക്കം കുറിച്ചു. അതിന്റെ പേരാണ് ഇപ്ക എന്നത്. എന്താണ് പേര്? ഇപ്ക എന്നാണ് അതിന്റെ പേര്. എന്താ പേര്? ഇപ്ക എന്നതാണ്. നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISROന്റെ 100ാമത്തെ വിക്ഷേപണത്തിന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ടത് ഏത് ഉപഗ്രഹമാണ്? 100ാമത്തെ അല്ലെ? ഏത് ഉപഗ്രഹമാണ്? NVS-02. ശ്രീഹരിക്കോട്ടയിൽ നിന്നുമുള്ള ISROന്റെ 100ാമത്തെ വിക്ഷേപണത്തിന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹമാണ് NVS-02 എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ സിനിമാ നടി. എവിടെയാണ്? ഹോളിവുഡ് ആണ് കേട്ടോ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള അല്ലെ ആദ്യ സിനിമാ നടിയാണ് ദീപിക പാദുക്കോൺ. ആരാണ്? ദീപിക പാദുക്കോൺ ആണ് ഇടം പിടിച്ചത് എന്ന് ഓർത്തുവെക്കാം. അടുത്ത ചോദ്യം, മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഗജമിത്ര സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്?
അസമാണ്. ഗജമിത്ര സ്കീം കൊണ്ടുവന്ന സംസ്ഥാനത്തിന്റെ പേര് ഏതാണ്? അസമാണ്. മനുഷ്യന്മാരും ആനകളും തമ്മിലുള്ള പ്രശ്നം ഇല്ലാണ്ടാവാൻ അല്ലേ. ഇനി അടുത്തത് 2028 ഒളിമ്പിക്സിലെ 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണെന്നാണ് ചോദിച്ചത്. ലോസ് ഏഞ്ചലിസ് എന്നാണ് എഴുതുമ്പോൾ എഴുതാട്ടോ. ലോസ് ഏഞ്ചൽസ് ആണ് 2028 ഒളിമ്പിക്സിന്റെ വേദി. സംസ്ഥാനത്തെ ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ, ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കണ്ണപുരമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ്? കണ്ണപുരം എന്നാണ്. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, ആരുടെ ആത്മകഥയാണ് മദർ മേരി കംസ് ടു മീ? ആരുടെ ആത്മകഥയാണ് മദർ മേരി കംസ് ടു മീ? അരുന്ധതി റോയ്. ആരുടെയാണ്? അരുന്ധതി റോയുടെയാണ് മദർ മേരി കംസ് ടു മീ. അടുത്തത് ഭൗമസൂചിക പദവി അല്ലെ. നമുക്കറിയാം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അഥവാ GI ടാഗ് അല്ലെ. ഇടം നേടിയ, ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഉൽപ്പന്നം ഏതാണ്? ഏതറിയോ നിങ്ങൾക്ക്? കണ്ണാടിപ്പായ. ഏതാണ്? കണ്ണാടിപ്പായ. അപ്പൊ GI ടാഗിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ എന്താണ്? കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഇനി അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ ഇലോൺ മസ്ക് അല്ലെ. ഇലോൺ മസ്കിനെ അറിയാം എല്ലാവർക്കും. ഈ ഇലോൺ മസ്ക് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് എന്ത് എന്നാണ് ചോദ്യം. പേര് എന്താണ്? ദ അമേരിക്കൻ പാർട്ടി. എന്താണ് പേര്? ദ അമേരിക്കൻ പാർട്ടി എന്നാണ്. എന്താണ്? ഇലോൺ മസ്ക് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ദ അമേരിക്കൻ പാർട്ടി എന്നാണ്. വായന പ്രോത്സാഹിപ്പിക്കാൻ പുസ്തക നികുതി, വായന പ്രോത്സാഹിപ്പിക്കാൻ പുസ്തക നികുതി ഒഴിവാക്കിയത് ഏത് രാജ്യമാണ്? ഡെൻമാർക്കാണ്. ഏത് രാജ്യമാണ് ഒഴിവാക്കിയത്? ഡെൻമാർക്കാണ് പുസ്തക നികുതി ഒഴിവാക്കിയത് എന്ന് ഓർത്തുവെക്കാം. ക്ലിയർ ആയില്ലേ? അടുത്തത് യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ, യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് എവിടെയാണ്? ദാൽ തടാകത്തിലാണ്. യൂബറിന്റെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് എവിടെയാണ്? ദാൽ തടാകത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയി മാറിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. ലോകത്തെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയി മാറിയത് ആരാണ്? സ്വീഡനാണ്. സംസ്ഥാനത്തെ സർക്കാർ, നമ്മുടെ കേരളത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക രജിസ്ട്രേഷൻ നമ്പർ ആർക്കൊക്കെയാണ്? ഒന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് അല്ലെ, അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ തന്നെ പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്. ഏതാണ് പേര്? നമ്പർ ഏതാ? KL90. നമ്പർ ഏതാണ്? KL90 എന്നാണ് നമ്പർ. അടുത്തത് GST പരിഷ്കാരങ്ങളെ തുടർന്ന് നിലവിൽ വന്ന ഉയർന്ന സ്ലാബ് ഏതാണ്? GST പരിഷ്കാരങ്ങളെ തുടർന്ന് നിലവിൽ വന്ന ഉയർന്ന സ്ലാബ് ഏതാണ്? 40% ആണ്. ഏറ്റവും ഉയർന്ന സ്ലാബ് ഏതാണ്? 40% ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളോ. 2025 ചെറുകാട് അവാർഡ്, 2025 ചെറുകാട് അവാർഡ് നേടിയത് ആരാണ്?
ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. 2025 ചെറുകാട് അവാർഡ് നേടിയത് ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അടുത്തത് 2025 വനിതാ രത്ന പുരസ്കാരം. വനിതാ രത്ന പുരസ്കാരം നേടിയത് ടി ദേവിയാണ്. ടി ദേവി ഇവർ വനിതാ കമ്മീഷന്റെ മുൻ അംഗമാണ്. 2025 വനിതാരത്ന പുരസ്കാരം ലഭിച്ച ടി ദേവി വനിതാ കമ്മീഷന്റെ മുൻ അംഗമാണ് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം. എന്താണ്? മൈനിങ് ട്ടോ. മൈനിങ് ടൂറിസം സംരംഭം. മൈനിങ് ടൂറിസം സംരംഭം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം സംരംഭം ആരംഭിച്ചത് ആരാണ്? ജാർഖണ്ഡ് ആണ്. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 അടുത്തത് 2025 ജൂൺ മാസം 12 വിമാന ദുരന്തം. വിമാന ദുരന്തം നടന്നത് ഇന്ത്യയിലെ എവിടെയുള്ള വിമാനത്താവളത്തിലായിരുന്നു? എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലുള്ള വിമാനത്താവളത്തിലാണ് 2025 ജൂൺ 12 എന്ത് നടന്നത്? നമ്മുടെ ആ വിമാന ദുരന്തം നടന്നത് എന്ന് ഓർത്തു വെക്കണം ട്ടോ. ഇനി അടുത്തത് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ. അറിയാം അല്ലേ? യുണൈറ്റഡ് നാഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്നറിയപ്പെടുന്നത് അല്ലെ. ഈ യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ, യുനെസ്കോന്റെ കരട് പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മേഖല ഏതാണ്? വർക്കല കുന്നുകൾ ആണ്. ഏതാണ്? വർക്കല കുന്നുകളാണ് എന്ന് ഓർത്തുവെക്കാം. അടുത്ത ചോദ്യം, ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലെ, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കാർഷിക ദിനം, അതായത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡേ. എന്താണ്? സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ട്ടോ. അഗ്രികൾച്ചർ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ്? ആരാണ്? മഹാരാഷ്ട്ര ട്ടോ. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്രയാണ്. അടുത്തത് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ മേഖലയില്, അതില് നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? GR ഇന്ദുഗോപനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? GR ഇന്ദുഗോപൻ എന്നാണ്. എന്താ പേര്? GR ഇന്ദുഗോപൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം ഏതാണ്? ഇൻഡോർ ആണ്. ഏതാണ്? ഇൻഡോർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡോർ ആണ്. അടുത്തത്, വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? ശ്രീനഗർ ആണ്. അപ്പൊ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നേടിയ ഇന്ത്യയിലെ നഗരമാണ് ഏത്? ശ്രീനഗർ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, ഇതിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം, ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ഏത് രാജ്യത്താണ്? ചൈന. അതായത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ എന്താ പറയേണ്ടത്? ചൈനയിലാണ് നടന്നത് എന്ന് പറയണം. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ്, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഏതാണ്? അഞ്ചിഗാദ് പാലം അല്ലെ, അഞ്ചിഗാദ് പാലം എവിടെയാണത്? ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം അഞ്ചിഗാദ് പാലം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് എന്ന് ഓർത്തുവെക്കാം. അതുപോലെ അടുത്ത ചോദ്യം, നിർണായകമായിട്ടുള്ള നമ്മുടെ ധാതുക്കള് ഏതാണ്? ധാതുക്കള്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അർദ്ധചാലകങ്ങൾ എന്നൊക്കെ അല്ലെ, നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോഴും കെമിസ്ട്രി പഠിക്കുമ്പോഴൊക്കെ ധാതുക്കളെ കുറിച്ചും അർദ്ധചാലകങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ സുരക്ഷിതമായ വിതരണ ശൃംഖല ഉറപ്പാക്കാൻ ഏത് അന്താരാഷ്ട്ര കൂട്ടായ്മയിലാണ് ഇന്ത്യ അംഗമായത്? അപ്പൊ ഇന്ത്യ അംഗമായ അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ പേര് എന്താണ്? പാക്സ് സിലിക്ക എന്നാണ്. എന്താ അതിന്റെ പേര്? പാക്സ് സിലിക്ക. അപ്പൊ ചോദ്യം ഒന്നും കൂടെ മനസ്സിലാക്കാം. നിർണായക ധാതുക്കൾ, അർദ്ധചാലകങ്ങൾ തുടങ്ങിയവയുടെ സുരക്ഷിതമായ വിതരണ ശൃംഖല ഉറപ്പാക്കാനുള്ള ഏത് അന്താരാഷ്ട്ര കൂട്ടായ്മയിലാണ് ഇന്ത്യ അംഗമായത്? പാക്സ് സിലിക്ക എന്ന കൂട്ടായ്മയിലാണ്. 2025 ലോകത്തെ മികച്ച കൺസ്യൂമർ ബാങ്ക്, ലോകത്തെ മികച്ച കൺസ്യൂമർ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്ലിയർ ആയില്ലേ? 2026 വനിതാ പ്രീമിയർ ലീഗ്, വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ആരാണ്? റോയൽ ചലഞ്ചേഴ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് 2026 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് ജേതാക്കൾ എന്ന് മനസ്സിലാക്കുക. 2023-25 സീസണിലെ 23-25 സീസണിലെ വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്താണ്? വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ആരാണ്? സൗത്ത് ആഫ്രിക്കയാണ്. 2023-25 സീസണിലെ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകർക്ക് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു സ്കോളർഷിപ്പാണ് എന്താ പറയുന്നത്? ആ സ്കോളർഷിപ്പിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച കണക്ട്, അത് ഓർത്തു വയ്ക്കുക. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ്? അതിന്റെ പേരാണ് പ്രജ്വല ട്ടോ. അപ്പൊ ഇത് ആർക്കാന്നൊന്നും കൂടി പഠിച്ച മക്കളെ നിങ്ങള്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായിട്ടുള്ള യുവജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണ് പ്രജ്വല. എന്താണ്? പ്രജ്വല. നമ്മുടെ സുപ്രീം കോടതിയിലെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ് അദ്ദേഹം?
ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ ആദ്യത്തെ സംസ്ഥാന ഗവേഷണ വികസന ഉച്ചകോടി എന്താണ്? സംസ്ഥാന ഗവേഷണ വികസന ഉച്ചകോടി. ആദ്യത്തെ സംസ്ഥാന ഗവേഷണ വികസന ഉച്ചകോടി നടന്നത് എവിടെയാ? തിരുവനന്തപുരത്ത്. ആദ്യത്തെ സംസ്ഥാന ഗവേഷണ വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഇനി നമ്മുടെ 2025 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തില് നമ്മുടെ പ്രധാനമന്ത്രി യുവാക്കൾക്ക് വേണ്ടിയിട്ട്, ആർക്കാണ്? യുവാക്കൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച 1,00,000 കോടി രൂപയുടെ 1,00,000 കോടി രൂപയുടെ പദ്ധതിയുടെ പേരെന്താണ്? അതൊരു തൊഴിൽ പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി എന്താണ്? വികസിത് ഭാരത് അല്ലെ? വികസിത് ഭാരത്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ് അതിന്റെ പേര്. 2025 സ്വാതന്ത്ര്യ ദിനത്തില് നമ്മുടെ പ്രധാനമന്ത്രി യുവാക്കൾക്കായി പ്രഖ്യാപിച്ച 1,00,000 കോടി രൂപയുടെ തൊഴിൽ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ധൻധാന്യ യോജന. എന്താണ്? ധൻധാന്യ യോജന. കേട്ടുണ്ടോ? ധൻധാന്യ യോജന. അതിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ? കേരളത്തിലെ ജില്ലകൾ: 1 കോഴിക്കോട്, അടുത്തത് കണ്ണൂര്, അടുത്തത് കാസർഗോഡ്. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് തുടങ്ങിയവ കേന്ദ്ര സർക്കാരിന്റെ ധൻധാന്യ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ജില്ലകളാണ്. അടുത്തത് ഭാരത് നെറ്റ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഭാരത് നെറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. ഭാരത് നെറ്റ് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ഭാരത് നെറ്റ് എല്ലായിടത്തും നടപ്പിലാക്കിയേ? പഞ്ചാബില് അല്ലെ? പൂർണ്ണമായും ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാ പറയണത്? പഞ്ചാബ് എന്നാ പറയണത് കേട്ടോ. പ്രവർത്തന സജ്ജമായ ന്യോമ എയർപോർട്ട്. പ്രവർത്തന സജ്ജമായ ന്യോമ എയർപോർട്ട് എവിടെയാ ന്യോമ എയർപോർട്ട്? ലഡാക്കിലാണ് കേട്ടോ. ന്യോമ എയർപോർട്ട് എവിടെയാ? ലഡാക്കിലാണ് എന്ന് ഓർക്കാം. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം എന്ത്? സ്വാതന്ത്ര്യാനന്തര ഭാരതം. പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എന്ത് നടപ്പിലാക്കി? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ആരാണ്? ഉത്തരാഖണ്ഡ്. ആദ്യം നടപ്പിലാക്കിയത് ആരാ? സ്വാതന്ത്ര്യാനന്തരം ഉത്തരാഖണ്ഡാണ്. രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്? രാജ്യത്തെ എന്താണ്? വന്യജീവികളുടെ ഫുള്ള് ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ലോകത്തെ തന്നെ ആദ്യത്തെ രാജ്യം ആരാണ്? ഇന്ത്യയാണ് എന്ന് ഓർത്തുവെക്കൂ. അടുത്ത ചോദ്യം: ലോകത്തെ ഏറ്റവും വേഗത കൂടിയ തീവണ്ടി എവിടത്തെയാണ്? ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ തീവണ്ടി, അതായത് തീവണ്ടിയായ CR450 പരീക്ഷണ ഓട്ടം നടത്തി. എവിടെയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്? ചൈന. ലോകത്തിലെ ഏറ്റവും വേഗതയാർന്ന തീവണ്ടിയായ CR450 അതിന്റെ പരീക്ഷണ ഓട്ടം നടത്തി. എവിടെ നടത്തി? ചൈനയില് കേട്ടോ. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? CMS-03. ഏതാണ്? CMS-03 ആണ് കേട്ടോ.
അടുത്തത് 2025 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാ? KG ശങ്കരപിള്ള. ഏതു മേഖലയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് നമ്മുടെ 2025 കേരള ജ്യോതി എന്ന് പറയുന്ന പുരസ്കാരം ഡോക്ടർ MR രാഘവ വാര്യർക്ക് കൊടുത്തത്? എന്തിലാണ്? വിദ്യാഭ്യാസം. ഏതാണ്? വിദ്യാഭ്യാസം ട്ടോ. അപ്പൊ കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർക്ക് കിട്ടാൻ കാരണം എന്താണ്? വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ട്ടോ. സംസ്ഥാന സർക്കാരിന്റെ 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാ? ഹരിവരാസനം പുരസ്കാരം ആർക്കാ കിട്ടിയേക്കണേ? കൈതപ്രം. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം കിട്ടിയേക്കണേ ട്ടോ. അടുത്തത് ഗോത്ര ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെയും തിരഞ്ഞെടുത്ത ജില്ലകളിലെയും ഗോത്ര കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ ഗോത്ര ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ചില ഗ്രാമങ്ങളില് ഗോത്രങ്ങളുടെ എണ്ണം കൂടുതൽ ഉണ്ടാവും, അങ്ങനെ കുടുംബങ്ങൾ കൂടുതലുണ്ടാവും. അങ്ങനെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഗോത്ര കുടുംബങ്ങളുടെയും സാമ്പത്തിക വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത ഗ്രാം അഭിയാൻ. ക്ലിയർ ആയോ മക്കളെ? എന്താണ് പ്രധാനമന്ത്രി ജനജാതീയ ഉന്നത ഗ്രാം അഭിയാൻ? ഗോത്ര ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെയും ഗോത്ര കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ജനജാതീയ ഉന്നത ഗ്രാം അഭിയാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 24x7 സോളാർ പവേഡ് ഗ്രാമം. എന്താണ്? സോളാർ പവേഡ് എന്താണ്? വില്ലേജ്. സോളാർ പവേഡ് വില്ലേജ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? മൊതേര. ഏതാണ്? മൊതേര. ഗുജറാത്തിലെ മൊതേര. ഇന്ത്യയിലെ പ്രഥമ 24x7 സോളാർ പവേഡ് വില്ലേജ് ഏതാണ്? മൊതേരയാണ്. ഏതാണ്? മൊതേര. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ നാളെ കുറച്ച് പഠിക്കേണ്ടായില്ലേ? അതില് പുണ്യ, നോക്കൂ, പുണ്യ പുതിയത് വന്നേക്കണം രണ്ടെണ്ണം, പുണ്യ, ആദിത്യ എന്നിവ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് എന്നാണ് ചോദ്യം. പുണ്യം ആദിത്യം എന്തിന്റെയാണെന്ന് പഠിക്കണം നമ്മള്. നെല്ലിന്റെയാണ് പുണ്യയും ആദിത്യയും. എന്തിന്റെയാണ്? നെല്ലിന്റെയാണ്. പുണ്യ, ആദിത്യ തുടങ്ങിയവ നെല്ലിന്റെയാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? നിത അംബാനി. ആരാണ്? നിത അംബാനി. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? നിത അംബാനിയാണ്. ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. 2025 ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന്. അതായത് സ്വന്തമായിട്ട് ഉപഗ്രഹം കൊണ്ടുവരാൻ പോവാണ് ഒരു സംസ്ഥാനം. ഏത് സംസ്ഥാനാണത്? അസമാണ്. ഏതാണ് സംസ്ഥാനം? അസമാണ് എന്ന് ഓർക്കുക കേട്ടോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തില് അന്താരാഷ്ട്ര ബഹിരാകാശ
നിലയം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന എന്താണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആരാണ്? ശുഭാൻഷു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. പുതിയ വൻകിട തുറമുഖമായ വധവാൻ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അപ്പൊ വധവാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആദ്യത്തെ മാനസിക ആരോഗ്യ അംബാസിഡറായി നിയമിച്ച നടി ആരാണ്? എന്താണ്? മെന്റൽ ഹെൽത്ത് അംബാസിഡർ ആയിട്ട് ഒരു നടിയെ നിയമിച്ചു. അവരാരാണ്? കിയാര അദ്വാനി എന്നാണ് അവരുടെ പേര്. ഒന്നും കൂടെ പഠിച്ചോളൂ. അതായത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അംബാസിഡറായി നിയമിച്ച നടിയാണ് കിയാര അദ്വാനി. അടുത്തത് ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ. ഒരു ഇന്ത്യൻ വംശജന്റെ പേരാ നമ്മൾ പറയണേ. അദ്ദേഹം സൊഹ്റാൻ ക്വാമെ മന്ദാനി. ഏത് ലോക നഗരത്തിന്റെ മേയറായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂയോർക്ക്. അപ്പൊ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ ക്വാമെ മന്ദാനി. ആരാണ്? സൊഹ്റാൻ ക്വാമെ മന്ദാനി. അടുത്ത ചോദ്യം ഏതാണ്? കേരളത്തിൽ ആദ്യമായി ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത്? കേരളത്തിൽ ആദ്യമായി ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഏത് ഗ്രാമപഞ്ചായത്താണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. പൂർണ്ണമായും സെറാമിക് വേസ്റ്റ് കൊണ്ട്, എന്ത് വേസ്റ്റ് മക്കളെ? സെറാമിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച വേൾഡിലെ ആദ്യത്തെ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏത് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിലാണ് പ്രധാന പ്രതിപക്ഷ മുന്നണിയായിരുന്നു മഹാഗഠബന്ധൻ? ആരാണ്? മഹാഗഠബന്ധൻ. ഏത് സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതിപക്ഷ മുന്നണിയായിരുന്നു മഹാഗഠബന്ധൻ? ഏത് സംസ്ഥാനത്തിലെയാണ്? ബീഹാറിലെയാണ്. എവിടത്തെയാണ്? ബീഹാറിലെയാണ്. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ്, അതായത് സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് കേട്ടോ, സംസ്ഥാന ഫിലിം അവാർഡാണ്. അതിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ഷംല ഹംസ. ആരാണ്? ഷംല ഹംസയാണ്. ആരാ? ഷംല ഹംസയാണ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഗവർണറുടെയോ അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. കണ്ടോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 2025 നോബൽ പ്രൈസ് എന്തിനുള്ളത്? സമാധാനത്തിനുള്ളത്. നേടിയത് ആരാണ്? മരിയ കൊറിന മച്ചാഡോ. 2025 നോബൽ പ്രൈസ് സമാധാനത്തിനുള്ളത് നേടിയത് മരിയ കൊറിന മച്ചാഡോ ആണ്. 2023-24 ആർദ്ര കേരളം പുരസ്കാരം, നമ്മൾ ആർദ്ര കേരളം പുരസ്കാരം പഠിക്കാറുണ്ട് അല്ലേ? ആർദ്ര കേരളം പുരസ്കാരം അത് 2023
2024 ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ്. ഏതാണ് പഞ്ചായത്ത്? വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ് നേടിയത്. അടുത്തത് 2024-25 എന്താണ്? രഞ്ജി ട്രോഫി. എന്താ? രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. ആരാണ്? വിദർഭയാണ് എന്ന് ഓർത്തുവയ്ക്കാം. അടുത്തത് ഹരിത കേരള മിഷൻ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ. ഹരിത കേരള മിഷന്റെ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഏതാണത്? ഒരു തൈ നടാം. എന്താണ്? ഒരു തൈ നടാം എന്നുള്ളതാണ് കേട്ടോ. ഒരു തൈ നടാം എന്നുള്ളതാണ്. അടുത്തത് ഗുരുതരമായ രോഗങ്ങൾ നേരിടുന്നവർക്ക് എന്താണ്? സാന്ത്വന പരിചരണം ഉറപ്പാക്കാൻ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് സേവന പദ്ധതി. അതിന്റെ പേരെന്താണ്? പാലിയേറ്റീവ് സേവന പദ്ധതിയുടെ പേരാണ് കേരള കെയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടത്. ഗുരുതരമായ രോഗങ്ങൾ നേരിടുന്നവർക്ക് സാന്ത്വന പരിചരണം ഉറപ്പാക്കാൻ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് സേവന പദ്ധതിയുടെ പേര് കേരള കെയർ എന്നാണ്. അടുത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം എവിടെയാണ്? മണിപ്പൂരാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം എവിടെയുണ്ടായേ? മണിപ്പൂരാണ്. 38ാമത്തെ ദേശീയ ഗെയിംസ് 2025 നാഷണൽ ഗെയിംസ് 38ാമത്തെ ദേശീയ ഗെയിംസ് ആയിരുന്നു. അത് ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ്. എവിടെയാ നടന്നത്? ഉത്തരാഖണ്ഡിലാണത് നടന്നത് എന്ന് ഓർക്കാം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരളത്തെ എന്താക്കിയിട്ട്? ഡിജിറ്റൽ സ്റ്റേറ്റ് ആക്കിയിട്ട് കേട്ടോ. ഡിജിറ്റൽ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജി കേരളം എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ഡിജി കേരളം എന്നാണ് പദ്ധതിയുടെ പേര്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർക്ക് വേണ്ടിയിട്ട്? വയോജനങ്ങൾക്ക് കമ്മീഷൻ രൂപവൽക്കരിച്ച സംസ്ഥാനം ആരാണ്? വയോജനങ്ങൾക്കായി കമ്മീഷൻ വന്നത് എവിടെയാണ്? കേരളത്തിൽ. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് കമ്മീഷൻ വന്നത് കേരളത്തിലാണ് കേട്ടോ. ഇനി അടുത്തത് ജ്ഞാന ഭാരത ദൗത്യം. ഇതൊരു പ്രോജക്റ്റ് ആണ്. ജ്ഞാന ഭാരത ദൗത്യം ഇതെന്താ അറിയോ നിങ്ങൾക്ക്? 2025-26 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ജ്ഞാന ഭാരത ദൗത്യം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ? നമ്മുടെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടല്ലോ, ആ കയ്യെഴുത്ത് പ്രതികള് എന്താണ്? സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജ്ഞാനഭാരത ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ജ്ഞാനഭാരത ദൗത്യത്തിന്റെ പ്രത്യേകത എന്താ? കയ്യെഴുത്ത് പ്രതികൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച ജെജു ദ്വീപ്. ഏതാണ്? ജെജു ദ്വീപ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഏത് രാജ്യത്തിന്റെ ഭാഗ? ദക്ഷിണ കൊറിയ കേട്ടോ. ഏത് രാജ്യമാണ്? ദക്ഷിണ കൊറിയ. അപ്പൊ 2025 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമാണ് ഏതാണ്? നമ്മുടെ ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലെ ജെജു ദ്വീപിലാണ് ആ സംഭവം നടന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിട്ട് ലോക സൗഹൃദ ദിനമായ 2025 ഓഗസ്റ്റ് 3 ലോക സൗഹൃദ ദിനം എന്നാണ് ഓഗസ്റ്റ് 3 ചങ്ങാതിക്കൊരു തൈ. എന്താണ്? ചങ്ങാതിക്കൊരു തൈ എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ തുടങ്ങിയത് ആരാണ്? ആരാ തുടങ്ങിയേ?
ഹരിത കേരളം മിഷൻ. ആര് തുടങ്ങി? ഹരിത കേരളം മിഷൻ. ഒന്നും കൂടെ പറഞ്ഞേ. പ്രകൃതിയെ സംരക്ഷിക്കുക, അല്ലെ? പ്രകൃതിയെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിട്ട് ലോക സൗഹൃദ ദിനമായ ഓഗസ്റ്റ് 3, 2025 ചങ്ങാതിക്കൊരു തൈ എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ തുടങ്ങിയത് ആരാണ്? ഹരിത കേരളം മിഷനാണ്. ഇനി അടുത്ത ചോദ്യം, 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിന ആചരണത്തിന്റെ പ്രമേയം എന്താണ്? 2025 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം ട്ടോ. പ്ലാസ്റ്റിക് മലിനീകരണം എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക എന്നതാണ് 2025 പരിസ്ഥിതി ദിന പ്രമേയം ട്ടോ. ക്ലിയർ ആയില്ലേ? പ്രമേയം അതാണ്. 2025 വിഴിഞ്ഞം 2025 വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ പേരെന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. MSC ഐറിന. ഏതാണ്? MSC ഐറിന എന്നാണ്. എന്താണ് അതിന്റെ പേര്? MSC ഐറിന എന്നതാണ്. ഇനി അടുത്തത്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. ഏതാണ് ഗ്രാമപഞ്ചായത്ത്? പുല്ലമ്പാറ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. അടുത്തത്, നമ്മുടെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. അതുപോലെ നമ്മൾ പറഞ്ഞു, രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്കായിട്ട് കമ്മീഷൻ രൂപവത്കരിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. അപ്പൊ ഈ വയോജന കമ്മീഷന്റെ ചെയർപേഴ്സണും അതുപോലെ അതിന്റെ അംഗങ്ങളും വയോജന കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ അതിലെ അംഗങ്ങള് എന്നിവരുടെയൊക്കെ കാലാവധി, ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. എത്ര വർഷമാണ്? 3 വർഷമാണ് എന്ന് ഓർക്കുക. അടുത്തത്, 2025 ഡിസംബറിൽ നടന്ന കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയില്, അല്ലെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അല്ലെ, അന്താരാഷ്ട്ര ചലച്ചിത്രമേള എവിടത്തെ? കേരളത്തിലെ. അതിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ഉദ്ഘാടന ചിത്രം? പാലസ്തീൻ 36. ഏതാണ്? പാലസ്തീൻ 36 എന്നുള്ളതായിരുന്നു ചിത്രം. ഏതാണ്? പാലസ്തീൻ 36. ഇനി അടുത്തത്, 2026 അന്തർദേശീയ വനിതാ ദിനാചരണം. അന്തർദേശീയ വനിതാ ദിനാചരണത്തിന്റെ പ്രമേയം എന്താണ്? ഗിവ് ടു ഗെയിൻ. എന്താണ്? ഗിവ് ടു ഗെയിൻ എന്നുള്ളതാണ്. ഗിവ് ടു ഗെയിൻ. അടുത്ത ചോദ്യം എന്താണ്? സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ്? അതിന്റെ പേര് ഇതാണ്, നമ്മുടെ കേരളം. എന്താണ്? നമ്മുടെ കേരളം. അപ്പൊ ഒന്നുകൂടിയും ചോദ്യം ശ്രദ്ധിക്കൂ. അതായത്, സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ IT വകുപ്പ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ്? എന്താണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ കേരളം. ഇനി കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട്, അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാണ് നമ്മുടെ കേരള പിറവിയുടെ 2025
കേരളപ്പിറവി എന്ന നവംബർ 1, 2025 നവംബർ 1 കേട്ടോ. ഇനി രാത്രി കാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ നമ്മുടെ കേരള പോലീസ് ഒരു പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേരാണ് നിർഭയ നിശ. എന്താണ്? നിർഭയ നിശ. രാത്രികാലങ്ങളില് സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസിന്റെ പദ്ധതിയാണ് നിർഭയ നിശ. അപ്പൊ നമ്മളിപ്പോ 100 ക്വസ്റ്റ്യൻസ് പഠിച്ചു കേട്ടോ മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ടീച്ചർ ഉറപ്പാണ്. അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ചില പരീക്ഷകൾക്ക് നമുക്കറിയാം 20 മാർക്കിനും 10 മാർക്കിനും ഒക്കെ കറണ്ട് അഫയേഴ്സ് തീർച്ചയായിട്ടും ചോദിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ അതിന് നല്ല ഭംഗിയായിട്ട് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. ഇതുപോലെ മറ്റു ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.